എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഏറ്റവും പുതിയ സിനിമ അപ്ഡേറ്റുകളുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ മമ്മൂക്ക, ലാലേട്ടൻ, ചാക്കോച്ചൻ, ഫഹദ് ഫാസിൽ അങ്ങനെ വൻപൻ താരനിരയോടെ അണിറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പേട്രിയറ്റ് സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിന് പ്രകാരം ചിത്രത്തിന്റെ 10ാം ഷെഡ്യൂള് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. കൊച്ചിയിലാണ് ചിത്രത്തിന്റെ 10ാം ഷെഡ്യൂൾ ആരംഭിച്ചിരിക്കുന്നത്. അധിക നാളത്തെ ഷൂട്ടൊന്നുമില്ലാത്ത ഒരു ചുരുങ്ങിയ ഷെഡ്യൂളാണ് ഇപ്പോൾ നടക്കുന്നത്. ചിത്രത്തെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പ്രകാരം ആ ഒരു സെറ്റിലേക്ക് ഈ വരുന്ന ജൂലൈ 17-ന് മമ്മൂക്ക റീജോയിൻ ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അങ്ങനെ ലാലേട്ടൻ വീണ്ടും പോലീസ് ഓഫീസർ ആവുകയാണ്. തുടരുമെന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം അടുത്ത പ്രൊജക്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലാലേട്ടൻ. നടൻ ഓസ്റ്റിൻ ഡാൻ തോമസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാകും ലാലേട്ടൻ അടുത്തതായി ചെയ്യാൻ പോകുന്നത്. ഇഷ്ക് എന്ന ചിത്രത്തിനു തിരക്കഥ ഒരുക്കിയ രതീഷ് രവിയാണ് കഥയും തിരക്കഥയും നിർവഹിക്കുന്നത്. ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത് ആഷിഖ് ഉസ്മാനാണ്. ഈ ഒരു സിനിമയിൽ ലാലേട്ടൻ പോലീസ് SIയുടെ വേഷത്തിലാകും എത്തുക. കോമഡി ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഈ ഒരു ചിത്രം താൽക്കാലിക നാമമായ L365 എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. 2023 ഡിസംബർ 29-ാം തീയതി റിലീസ് ചെയ്യപ്പെട്ട തെലുങ്കു ചിത്രമായ കാന്താര അന്ന് വൻ വിജയമാണല്ലോ നേടിയെടുത്തത്. ഇപ്പോഴത്തെ കാന്താരയുടെ 2ാമത്തെ പാർട്ട് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുതിയൊരു പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെയും ചിത്രം സംവിധാനം ചെയ്യുന്ന ഋഷഭ് ഷെട്ടിയുടെ ഏറ്റവും പുതിയ ഫോട്ടോയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ വരുന്ന ഒക്ടോബർ 2-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. ഇനിയുള്ള 5 മാസങ്ങളിൽ മലയാള സിനിമ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മലയാളത്തിലെ സൂപ്പർ സീനിയർ താരങ്ങളുടെ ചിത്രങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ലാലേട്ടന്റെ ഹൃദയപൂർവ്വം, മമ്മൂക്കയുടെ കളങ്കാവൽ, സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പൻ, ദിലീപിന്റെ ബബ്ബ, ജയറാം ചിത്രം ആശകൾ 1000 തുടങ്ങിയ ചിത്രങ്ങൾ തിയേറ്ററുകളിലെത്തുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ചിത്രങ്ങൾ ഈ കൂട്ടത്തിൽ ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.